ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിതാ ഇന്നുണ്ടല്ലോ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ വന്നതിന് നീനുട്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇതുമ്മോന് ക്ലാസ് ഉണ്ട്. എന്നാലും വീട്ടിൽ എല്ലാവരും ഉണ്ടാവില്ല. അപ്പോൾ മക്കളെ മൂന്നാളും ഇടയ്ക്കല്ലേ ഒരുമിച്ച് കൂടുള്ളൂ. ഒരാളുണ്ടാകുമ്പോൾ നീനുണ്ടാകുമ്പോൾ മോളും ഉണ്ടാവില്ല, അല്ലെങ്കിൽ മോള് വരുന്ന സമയത്ത് നീനുണ്ടാവില്ല. പക്ഷേ നമ്മളെ ഉമ്മമാർക്ക് അറിയണത് മക്കളെല്ലാവരും ഒരു ഉള്ള സമയം എന്ന് പറയുന്നത് അത്ര സ്പെഷ്യലാണല്ലോ. അപ്പം അങ്ങനെ ഇന്നലെ രാത്രി പിന്നെ വിചാരിക്കാതെ മോള് പോയിട്ട്, അപ്പോൾ ഇന്നലെ വൈകുന്നേരം വരെ ഒരു 5 മണി 6 മണി 7 മണി വരെ ഓളും ബോളുണ്ടാവില്ല എന്നുള്ള ഒരു ഇതിലിങ്ങനെ നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് കേട്ടോ, ഒരു 8 മണിക്ക് ആയപ്പോഴാണ് മോളൂൻ്റെ ഹസ്ബൻഡ് വന്നത്. അങ്ങനെ പെട്ടെന്നുള്ളൊരു പോയതാണ്. അപ്പോൾ എനിക്ക് രാവിലെ എണീറ്റപ്പോൾ പിന്നെ ഒരു ഐറൂസിൻ്റെ രാവിലെ ഓടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൻ്റെതായിട്ടുള്ള ഒരു റൊട്ടീനാണ് കേട്ടോ. അവർ റൂമിൽ നിന്ന് എണീറ്റ് വരുന്നത് കാണാൻ തന്നെ ഒരു രസമാണ്. ഉമ്മഞ്ഞേന്ന് വിളിച്ചിട്ടുള്ള വരവും സംഭവങ്ങളൊക്കെ. അപ്പം ഞാൻ കുറച്ച് പിന്നെ വലിയമായതിൻ്റെ ഒരു ഇമോഷണലാണ് ഇട്ടതൊക്കെ. അപ്പം പോയി അപ്പോൾ ഞാൻ എല്ലാവരും ഒരുമിച്ചിട്ടുള്ളൊരു വ്ളോഗ് എടുക്കാം എന്നിങ്ങനെ വിചാരിച്ചത്. അതാണ് പറഞ്ഞു വന്നത്. ഇപ്പം 3 ആളുള്ളതല്ലേ, അപ്പോൾ എല്ലാവരും ഒരുമിച്ചൊരു വ്ളോഗൊക്കെ ചെയ്യാം. പുറത്തൊക്കെ ഒന്ന് പോകണം. മക്കൾ കുറേ ദിവസമായി ഇങ്ങനെ പറയണേ, മഴയൊക്കെ ആയതുകൊണ്ടും പിന്നെ കുറേ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ കുറച്ച് 3 ആളും കൂടി ഒരുമിച്ച് പുറത്ത് പോയിട്ട് കുറേ ആയി. ഒന്നില്ല ഞാൻ ഈനോട്ടിൻ്റെ പോകും, അല്ലെങ്കിൽ മോളൂൻ്റെ പോകുന്നല്ലാതെ മക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് പോയിട്ട് കുറേ ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ പോകണം എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ പോയി. അപ്പോൾ ഇന്നലെ രാത്രി പോയപ്പോൾ തന്നെ പിന്നെ എന്തോ പോലെ ഞാൻ വീഡിയോ എടുക്കൽ ഇന്നലെ രാത്രി ഇങ്ങനെ വീഡിയോ എടുത്ത് വരികയെന്ന്, പിന്നെ സ്റ്റക്കായി അവിടെ നിർത്തി ലാസ്റ്റ്. ഒരു സങ്കടം. അപ്പോൾ ഇന്നിപ്പം ഇപ്പോൾ സ്കൂൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്. ഓള് പിന്നെ എഴുതാനൊക്കെ ഇപ്പം മദ്രസൊക്കെ വിട്ട് വന്ന് എഴുതാനും കാര്യങ്ങൾക്കൊക്കെ ഇരുന്നിട്ടുണ്ട്. എന്തൊക്കെയോ കുറേ എഴുതാനുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഐറൂസൊക്കെ ഉള്ളതുകൊണ്ട് പോകണ ആ ഒരു തിരക്കൊക്കെ ആയതുകൊണ്ട് ഓൾ എഴുതാനൊന്നും ഇരുന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ഇപ്പോൾ ഓള് എഴുതാനും വായിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വിശേഷങ്ങളിലേക്കൊക്കെ കടക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് എഴുതാണ് കേട്ടോ. ഭയങ്കര പഠനത്തിലാണ്. ഒക്കെ ഒന്നാമത് എന്താ വെച്ചാൽ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ, ക്ലാസ് തുടങ്ങിയ സമയത്ത് പോലെ അല്ലല്ലോ. ഇപ്പോൾ കുറച്ചൊക്കെ വിഷയങ്ങൾ എടുക്കാൻ തുടങ്ങി, പാഠഭാഗങ്ങൾ എടുക്കാൻ തുടങ്ങി. അപ്പോൾ കുറേ എഴുതാനും വായിക്കാനും പഠിക്കാനൊക്കെ ഉണ്ട്. ഒരു ദിവസം ഇങ്ങനെ കൂടി വരികയാണല്ലോ. അപ്പോൾ രാത്രി ഇങ്ങനെ ഇരുന്നാൽ തന്നെ കറക്റ്റ് എഴുതിയാൽ തന്നെ തീരാത്തത്ര എഴുതാനുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഐറൂസും കൂടി ഉണ്ടാകുമ്പോൾ ഓൻ്റെ ഇപ്പോൾ കളിച്ചിട്ട് കുറച്ച് ഡിലേ ആയതാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇരുന്ന് അങ്ങോട്ട് എഴുതാണ്. അപ്പോൾ ഞാൻ വേഗം ഓക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ അങ്ങോട്ട് പോകുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഓക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ ഒരുക്കാണ്. നമുക്ക് ഇന്ന് ദോശമാവ് നമ്മൾ തീർന്നിട്ടില്ല. അങ്ങനെ വിജയകരമായ 3ാമത്തെ ദിവസത്തിലേക്കാണ് ആ ദോശമാവ് വന്നത് കേട്ടോ. ഞാൻ വേഗം ഫ്രിഡ്ജിൽ വെക്കും, രാവിലെ ചൂടും ഫ്രിഡ്ജിൽ വെക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് നെയ്യ് തീർന്നതുകൊണ്ട് തന്നെ ഞാനിതാ ഇന്ന് ബട്ടറൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഓക്ക് കൊണ്ടുപോകാനിതാ പിന്നെ ഗീ റൈസ് ആണ് കേട്ടോ. അത് ഇന്നലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് ഗീ റൈസ് ഒന്ന് ചൂടാക്കി എടുക്കുക. അതും ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. കറി ഇതാ കുക്കറിലാട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലത്തേക്കും ഉച്ചക്ക് കൂടിയ കൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഇതൊക്കെ ഞാൻ ഗീ റൈസും സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കിയത്. യൂണിഫോമൊക്കെ ഇട്ടോളം ഇറങ്ങിയിട്ടോളൂ. ഫ്രണ്ട് വരും എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു 5 മിനിറ്റോളം നിന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് ജസ്റ്റ് പുറത്ത് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമ്മൂനെ കൊണ്ടുപോകുന്നില്ല കേട്ടോ. ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു ദിവസം പോവാഞ്ഞാൽ എന്താ വെച്ചാൽ കുറേ ഇങ്ങോട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനോട് പോയിക്കോ, സ്കൂളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. എപ്പോഴും ഉമ്മച്ചൊക്കെ പുറത്ത് പോകുമ്പോൾ എനിക്ക് പോരാനൊന്നും പറ്റൂല എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഓക്ക് പോകാനൊരു ഇഷ്ടക്കുറവുണ്ട് സ്കൂൾക്ക് പോകാൻ. പിന്നെ ഞങ്ങളപ്പോൾ പോരണമെന്നുണ്ട്, എന്നാൽ സ്കൂൾക്ക് പിന്നെ പോകണമെന്നുണ്ട്. അങ്ങനെ രീതിയിൽ ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങോട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ആദ്യം ഒരു ഉമ്മയൊക്കെ കൊടുത്ത് യാത്ര പറഞ്ഞതാണ്. പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നിട്ട് ഒരു ഉമ്മയൊക്കെ തന്ന് അവളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി ഞാൻ വരുമ്പോക്കിന് പുറത്ത് പോവുകയാണെങ്കിലും ഞാൻ വരുമ്പോക്കിന് വരണട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചിട്ടില്ല ഈ സമയത്തൊന്നും ഞങ്ങൾ പുറത്ത് പോകുന്നത് കറക്റ്റ് പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. നീനുട്ടി ഇന്നലെ വന്നപ്പോൾ ഇങ്ങനെ പറയുന്നത് നമുക്ക് നാളെ എവിടേക്കെങ്കിലും പോവില്ലേ. ഓക്കെ എന്താ വെച്ചാൽ ഓള് ലീവൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഓക്ക് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്ന് അടിച്ച് പൊളിക്കണം, അത്രേ ഉള്ളൂ. ചില പ്രാവശ്യം വരുമ്പോൾ മാത്രമൊക്കെ ഉടുക്ക് പോകാൻ മൂടുണ്ടാവില്ല. വീട്ടിലങ്ങോട്ട് കിടന്ന് അങ്ങോട്ട് ഇതാകട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയേ പറയുന്നുണ്ട് പിന്നെ എവിടേക്കെങ്കിലും പോവില്ലേ എന്നുള്ളത്.
അപ്പോൾ ഇവിടെ മോളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാൽ നമുക്ക് ഒരുമിച്ച് പോവില്ല അമ്മച്ചേ, കുറേ ആയില്ല നമ്മൾ ഒരുമിച്ച് പോയിട്ട് എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ഇട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ പ്രതീക്ഷിക്കാതെയാണ് ഓള് തിരിച്ച് പോകേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി എന്താണ് അടുത്ത പ്ലാൻ എന്നൊന്നും എനിക്കറിയില്ല. രാത്രിയാണ് പിന്നെ ഓള് പോയേക്കിന് നീനൂട്ടി അങ്ങോട്ട് ഉറങ്ങി. എവിടേക്കെങ്കിലും നാളെ ഉറപ്പായിട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓള് പോയി കടന്നുറങ്ങിയത്. പിന്നെ ഞാൻ ഒന്നും ചോദിച്ചിട്ടുള്ള പറയണില്ല, ഓളങ്ങനെ ഉറങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഇനി എണീറ്റിട്ട് വേണം നമുക്ക് എന്താ വെച്ചാൽ തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ഞാനിതാ നല്ലൊരു ഗ്ലാസ് ചായയൊക്കെ ഉണ്ടാക്കി ഇതുമ്പോൾ പോയാലും ആ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് വന്നത് കേട്ടോ. പിന്നെ ഞാൻ വേഗം മൂപ്പർക്കുള്ള ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇതുമുന്ന് കൊടുത്തേച്ച ഈ റൈസിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ നീനോട്ടിക്ക് ചോറ് കഴിക്കാൻ ആവശ്യം ഓരോ മൂടാണ് കേട്ടോ. ദോശയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ചുട്ടുകൊടുക്കുക, ചോറാണെങ്കിൽ അങ്ങനെ കൊടുക്കാമെന്നൊക്കെ കരുതി ഒക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി ഉണ്ട്. അങ്ങനെ മൂപ്പർക്കുള്ള ദോശ ഓരോന്ന് വേഗം ചുട്ടിട്ട് ചായയൊക്കെ കൂട്ടി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. മൂപ്പർക്ക് കറി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം തപ്പണത് കേട്ടോ. അപ്പോൾ കഴുകിയ പാത്രങ്ങളൊക്കെ ഞാൻ നമ്മൾ വെക്കുന്ന സ്ഥലത്തൊക്കെ കൊണ്ടേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരികയാണ്. ഞാൻ ആദ്യം ഈ ഒരു നമ്മൾ കഴുകി ഇടുന്ന ആ പാത്രത്തിൽ ഉണ്ടാവും ചിലപ്പോൾ. പിന്നെ ഒക്കെ കൂടെ എടുത്തിട്ട് നമ്മൾ രാവിലെ എണീറ്റാൽ പിന്നെ ആദ്യത്തെ പരിപാടി അതാണല്ലോ, അതൊക്കെ ഇങ്ങനെ കൊണ്ടേ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ കറി എടുക്കുന്നുണ്ട്. പിന്നെ ദോശയും പിന്നെ ചുട്ടെടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ ഒരു മാവുന്നത്തോടു കൂടി തീരും കേട്ടോ. കഴിഞ്ഞു 3 ദിവസം നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ദോശമാവ് കൊണ്ട് അപ്പവും ഇഡ്ഡലിയും അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഒഴിച്ച് മൂപ്പർക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ പോയപ്പോൾ കുറച്ച് മല്ലിച്ചപ്പും പുതിനയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറുന്നനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് പോകാൻ സ്കൂൾക്കൊക്കെ പോകാനുള്ളതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ നേരം വൈകണ്ടല്ലോ എന്ന് കരുതിയിട്ട് വേഗം കുക്കറിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദോശയും കറിയൊക്കെ ഞാൻ മൂപ്പർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. മൂപ്പര് പണി കഴിഞ്ഞ് വന്നേക്ക് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്, വെയിറ്റിങ്ങിലാണ്. നല്ല വിശപ്പുണ്ടാവും. അങ്ങനെ ഈ ഒരു ബസ്സൊക്കെ കൂട്ടി വരുമ്പോൾ എന്തായാലും വിശക്കുമല്ലോ. അങ്ങനെ മൂപ്പര് അത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ഒരുപാട് മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. മടക്കി വെക്കാന്നുള്ളതിലപ്പുറം നമുക്ക് അലക്കിയതുണ്ടായിരുന്നു. അലക്കിയ തുണികളൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ചെറിയൊരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേഗം അത് ചൂടോടുകൂടി തന്നെ മടക്കി വെക്കുകയാണ് കേട്ടോ. ചിലപ്പോൾ ഇനി ഒരു മഴ പെയ്താൽ വീണ്ടും ആ തുണികളൊക്കെ ഒന്ന് തണുക്കും. അപ്പോൾ അത് തണുത്താൽ പിന്നെ മടക്കി എനിക്കൊരു മടിയാണ്. ഇപ്പം വെയിലറച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം കൊണ്ടുവന്നിട്ട് മടക്കി വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നീ നിന്നിട്ട് നമുക്ക് അടുത്ത പ്ലാൻ പരിപാടികളൊക്കെ എന്താണ് മുന്നോട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അറിയുള്ളൂ. ഫുഡ് ഉണ്ടാക്കണോ, അതോ ഓള് പോരുന്നുണ്ടോ, അത് നമ്മൾ പിന്നെ എന്തിനെങ്കിലും പുറത്തേക്ക് പോകുന്നുണ്ടോ, ഒന്നും ഒരു ഉറപ്പും കുറിപ്പും ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ ഞാൻ വേറെ അതിൻ്റെ ക്ലീനിങ് പരിപാടി കാര്യങ്ങളൊക്കെ വേഗം തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാനൊരു പാട്ടൊക്കെ ഉണ്ട് വെച്ചിട്ട് ഹെഡ്സെറ്റും വെച്ചാൽ പിന്നെ പണികളൊക്കെ നമ്മൾ കിടക്കിട ചടപ്പടിയെന്ന് അങ്ങോട്ട് ഇരുട്ടോ. മറ്റേത് ഒരു ചടപ്പാണ്, ഇങ്ങനെ പണിയെടുക്കുമ്പോൾ നമുക്കൊരു മടുപ്പാണല്ലോ. അപ്പോൾ പാട്ടൊക്കെ വെച്ചാലും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കേട്ടാൽ അങ്ങനെ പെട്ടെന്ന് പണികളൊക്കെ തീരും. അങ്ങനെ വേഗം ഞാൻ ഈ എല്ലാം മടക്കി അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്ത് കൊണ്ടേ വെച്ചു. പിന്നെ സോഫൻ്റെ കാര്യങ്ങൾ അവിടെയൊക്കെ തട്ടി സെറ്റാക്കി വെച്ചു കിട്ടും. ഇനി അടിച്ചു വാരാൻ വേണ്ടിയിട്ട് ആ ചൂല് എടുത്തിട്ട് ഞാൻ ഒന്ന് മൊത്തത്തിൽ അടിച്ചു വാരി തുടക്കാനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് പിന്നെ കൂടുതലായിട്ടൊന്നും കാണിച്ചില്ല, മുന്നിൽ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആ പാപ്പ വന്നത്, എൻ്റെ അമ്മ വന്നത്. അപ്പോൾ മൂപ്പര് വെള്ളിയാഴ്ചയാണ് വരാറുള്ളത്. ഇന്ന് ജസ്റ്റ് ഇതിൽ കൂടെ പോയപ്പോൾ വന്നതാണ് കേട്ടോ. അപ്പം മൂപ്പര് ഒരു പള്ളിക്കൊക്കെ പോകണ ആ ടൈമിൽ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്നപ്പോൾ ഇന്ന് ഈ പ്രാവശ്യം നല്ല അടിപൊളി ഇറച്ചിപ്പത്തിരി ഉണ്ടല്ലോ, അതാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് വേഗം കട്ട് ചെയ്ത് അങ്ങനെ കഴിക്കാം. അപ്പോൾ അത് ജസ്റ്റ് വലിയ പത്തിരി, 2 പത്തിരി ഉണ്ട്. നമ്മൾ ഈ പൊരിച്ച പത്തിരി പീടിയിൽ നിന്നൊക്കെ വാങ്ങുന്ന പൊരിച്ച പത്തിരി ഇല്ലേ, അതിനുള്ളിൽ ഇറച്ചി മസാലയൊക്കെ നിറച്ചിട്ടുള്ള ആ സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് 2 പത്തിരി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് ആ മസാല നിറച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഒന്നായിട്ട് എന്തായാലും ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല. പുതിയ 3-4 പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്ന കഴിക്കാൻ എളുപ്പമാവുമല്ലോ. വേണമെങ്കിൽ ഓരോ പീസ് അങ്ങനെ എടുത്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഒരു അപ്പത്തിരി തന്നെ 3-4 പീസാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരാടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മൂപ്പർക്ക് ചായ ഉണ്ടാക്കിയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരത് മൊത്തത്തിൽ എനിക്ക് വേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ചെറിയ പീസാക്കി കൊടുത്തു. അങ്ങനെ ഈ കുറച്ചൊരു എന്താ പറയുക ഹെവി ആയിട്ടുള്ള അങ്ങനത്തെ എണ്ണ പൊരിച്ച സംഭവങ്ങളൊക്കെ എൻ്റെ ഹസ്ബൻഡ് കഴിക്കൽ കുറവാണ് കേട്ടോ. മൂപ്പർക്ക് പെട്ടെന്ന് ജെർച്ചിലും ഗ്യാസൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അധികം ഒഴിവാക്കാറാണ്. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റും ഒക്കെ കണ്ടപ്പോൾ തന്നെ തോന്നില്ല, അങ്ങനെ ഇറച്ചിപ്പത്തിരിയാണല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും വർത്തമാനം പറഞ്ഞ് അങ്ങനെ ചായ കുടിച്ചു. ഞാൻ പിന്നെ കുറച്ചുള്ളൂ കേട്ടോ, ആ കപ്പ് കണ്ടിട്ട് ആ കപ്പിൻ്റെ വലിപ്പം കണ്ടിട്ട് ഞാൻ ഓൽക്ക് 2 ആൾക്ക് ഒഴിച്ചെടുത്തതിൻ്റെ ബാക്കി ഇച്ചിരി ചായ ഉണ്ടായിരുന്നു, അത് എടുത്ത് പോകുന്നത്. ചായ നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ, അത് പിന്നെ വേസ്റ്റ് ആക്കി നമുക്ക്
ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ഇച്ചിരി ചായ ബാക്കിയുള്ളത് എടുത്ത് പോകുന്നതാണ് കേട്ടോ. ആ സമയം നീനുട്ടി എണീറ്റ് വരുന്നതാണ് ആ കാണുന്നത്. അപ്പം ഓള് വന്ന് പല്ലൊക്കെ തേക്കാനും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ അപ്പം തന്നെ പോയി കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും അതവിടെ നീനുട്ടിക്കുള്ള ദോശ ചൂടുകയാണ്. അപ്പോൾ ഓളോട് ഞാൻ ചോദിച്ചു ഗീ റൈസ് വേണോ അതോ ദോശ വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ദോശ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദോശ വീണ്ടും ചൂടുകയാണ്. ഉപ്പും ബട്ടറൊക്കെ ആക്കിയിട്ട് തന്നെയാണ് ചുട്ട് കൊടുക്കുന്നത്. നെയ്യാക്കിയിട്ടാണ് കൊടുക്കാറുള്ളത്. ഞാൻ പറഞ്ഞില്ലേ നെയ്യ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് പുറത്ത് പോകണം. പുറത്തൊക്കെ പോയി നമ്മളെ ഷോപ്പിങ്ങിനൊക്കെ മാസമുള്ള ഷോപ്പിങ്ങിനൊക്കെ പോകണം. 1-ാം തീയതി 2-ാം തീയതി കഴിഞ്ഞാൽ ഒരു 5-ാം തീയതി 6-ാം തീയതി ആ ഒരു ടൈമിലൊക്കെയാണ് പോവാറുള്ളത് കേട്ടോ. അപ്പോൾ അതിന് പോകുമ്പോൾ ഒക്കെ കൂടെ ഇങ്ങനത്തെ പിന്നെ ചീസ് അതുപോലെ നെയ്യ് പാൽ ഒക്കെ കുറച്ച് കൂടുതൽ അങ്ങോട്ട് വാങ്ങാറാണ്. അപ്പം അതിനൊക്കെ പോകുന്ന സമയത്ത് വാങ്ങാമെന്ന് കരുതി തൽക്കാലം നമ്മൾ ബട്ടറൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. ചില സമയത്ത് ബട്ടറിൻ്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമാവില്ല കേട്ടോ. എന്നാലും ഞാനത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഹസ്ബൻഡ് പിന്നെ വാങ്ങുക കൊടുത്തപ്പോൾ ആ പള്ളിക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം സമയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു 12:30 ആയിട്ടുണ്ട് നീനുട്ടി വന്ന് ഫുഡ് കഴിക്കാനിരുന്നപ്പെട്ട. എൻ്റെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമയം ആയിട്ടുണ്ട്. പിന്നെ അപ്പോഴാണല്ലോ പാപ്പ വന്നത്. പിന്നെ കുറച്ച് നേരം നമ്മൾ സംസാരിച്ചിരുന്ന് പോയപ്പോഴേക്കും 12-12:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്ക് ദോശയിലേക്ക് 2 മുട്ടയും പൊരിച്ചെടുക്കുന്നുണ്ട്. കാരണം മുട്ട കഴിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇത് അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കണ്ട് കൊടുത്താലേ അങ്ങോട്ട് മുട്ട അകത്തൊക്കെ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ മുട്ടയും പൊരിച്ചെടുത്തു. പിന്നെ ചട്ടി വെച്ചിട്ടുള്ളത് ബീഫ് ചൂടാക്കാനാണ്. കുറച്ച് ബീഫ് ഉണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച് ബീഫ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചക്കത്തേക്കും അതന്നെ മതി, എല്ലാവർക്കും അതന്നെ മതി എന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ചൂടാക്കുകയാണ് കേട്ടോ. പിന്നെ ചിക്കൻ കറി ഉണ്ടല്ലോ, ചിക്കൻ കറി ബീഫ് പിന്നെ പൊരിച്ചത് പറഞ്ഞാൽ നമ്മൾ വെച്ച് വേവിച്ചതൊന്ന് സെറ്റാക്കി ചൂടാക്കി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് റെഡിയാക്കി എടുക്കാമെന്ന് കരുതി. അങ്ങനെ അതും ചൂടാക്കാൻ വെച്ചു. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ നോക്കുള്ള കോഫി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നോക്ക് കോഫിയാണല്ലോ ഇഷ്ടം. അപ്പോൾ പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് കോഫി സെറ്റാക്കി കൊണ്ടേ കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം. പിന്നെ ബീഫൊക്കെ ചൂടായി വന്നപ്പോൾ നോക്ക് അതൊക്കെ വിളമ്പിയിട്ട് ഞാൻ അങ്ങോട്ട് വന്ന് ഇരുന്നു കേട്ടോ. വാരി കൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് പിന്നെ ഞാൻ ഇന്ന് പോകുന്നുണ്ടോ, എന്താണ് നിൻ്റെ പ്ലാന്, എന്തെങ്കിലും തീരുമാനിക്കുന്നുണ്ടോ, എന്നാലല്ലേ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓള് പറഞ്ഞ് പോകണം എന്നാണ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അപ്പോൾ ഒരു ഫിലിം ഏതാണ് പുതിയ ഇറങ്ങിയ ഫിലിം എന്നൊന്നും എനിക്കറിയില്ല. ഞാനങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുഞ്ചാക്കോബനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ചാക്കോബൻ്റെ ഉന്മാദം എന്നുള്ള ഫിലിം ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ട് സിനിമ, അത് നോക്കുകയാണ്. അങ്ങനെ അയാൾ ഫോണിൽ ബുക്ക് ചെയ്യുന്ന ആപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ കയറി നോക്കിയപ്പോൾ അത് ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങിയതുകൊണ്ട് ഞാൻ കയറി ഞാൻ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ചാക്കോബന്. അപ്പോൾ നമുക്ക് എന്നാലും അതൊന്ന് കണ്ടു നോക്കിയില്ല. വേറെ ഏത് നോക്കിയിട്ട് പിന്നെ ഉള്ളത് നമ്മുടെ ജനനായകനൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള വലിയ സംഭവം അങ്ങനത്തെ ഫിലിമൊന്നും കണ്ടത് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ഈ ഉന്മാദത്തിന് പോവാം. എന്തായാലും നല്ലതായാലും അല്ലാത്തതായാലും എന്തായാലും നമുക്കതൊന്ന് കണ്ടു പോരാം. അങ്ങനെ അത് തീരുമാനിച്ചു. പിന്നെ അങ്ങോട്ട് ഒരു വീഡിയോ എടുക്കാനും കൂടി പറ്റാത്തൊരു തിരക്കായിരുന്നേ. കാരണം 2:45 ഫിലിം. ഞാൻ നോക്ക് ഫുഡ് കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് 12:45 അപ്പം വേഗം റെഡി ആവണം. നമുക്ക് എന്തായാലും കിച്ചണത്തെ പണികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് മൂപ്പർക്കുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കായതുകൊണ്ട് ഞാൻ പിന്നെ ഫോണും എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചു. വേഗം പണികളൊക്കെ തീർത്തു ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ നീനുട്ടി എവിടെയെന്ന് ചോദിച്ചാൽ നീനുവിനെയും കൊണ്ട് ഉളപ്പിച്ച് ആദ്യം പോയിട്ടുണ്ട്. മൂപ്പർ പള്ളിക്കൊന്ന് വന്നപ്പോൾ നേരെ ഓളയും കൊണ്ട് സ്റ്റാൻഡിൽ ഇറക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ടാമത് ഇറക്കാനാണ് വരുന്നത്, കൊണ്ടുപോകാനാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പൂട്ടിയിട്ട് വീടൊക്കെ പൂട്ടിയിട്ട് ഒന്ന് അങ്ങോട്ട് നമ്മളെ ഒരു റോഡിൻ്റെ പക്കത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ടായിരുന്നു. അങ്ങനെ ഓളെ കൊണ്ടാക്കി വന്നതാ. ഇനിയും കൊണ്ടുപോയി സ്റ്റാൻഡിൽ ഇറക്കില്ല. സ്റ്റാൻഡിൻ്റെ ഒരു ജസ്റ്റ് കുറച്ച് അപ്പുറത്തായിട്ടാണ് ഇറക്കിയത്. ഞങ്ങൾ രണ്ടാളും കൂടി അവിടെ നിന്ന് അങ്ങനെ നടന്ന് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നീനതന്ന് നല്ലൊരു അടിപൊളി കുർത്തിയൊക്കെ ഇട്ടിട്ടാണ് നോക്ക് ഇവിടെ വരുമ്പോൾ അവിടുന്ന് ഇങ്ങനെ പാൻറ്റും ഷർട്ട് തന്നെയാണല്ലോ അവൾ യൂണിഫോമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു ചുരിദാറിനൊക്കെ ഭയങ്കര പൂതിയായിട്ടൊക്കെ ഇടാനായിട്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് സ്റ്റാൻഡിലെത്തി. പാട് തന്നെ ഒരു ബസ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് അങ്ങോട്ട് ഓടി കയറി അപ്പോൾ തന്നെ വണ്ടി എടുത്തു. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുക്കുന്ന സമയം സത്യം പറഞ്ഞാൽ 2 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 2:45 ഷോ എന്തായാലും കുറച്ച് മിസ്സാവും എന്ന് ഉറപ്പാണ്. പിന്നെ അല്ലെങ്കിൽ ഒരു 1:30 ഇറങ്ങേണ്ടിരുന്നു. പക്ഷേ അങ്ങോട്ട് എല്ലാം കൂടെ അങ്ങോട്ട് കഴിഞ്ഞ് ഓളെ ഡ്രസ്സ് അയൺ ചെയ്യാണ്ടായത്. ഞാൻ എടുത്ത് വെച്ചൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, അയൺ ചെയ്ത് വെച്ച ഡ്രസ്സ്, അതൊക്കെ പറ്റൂല, ഇതെന്നെ മതി എന്ന് പറഞ്ഞ് പിന്നെ ഇതൊന്ന് അയൺ ചെയ്തു. ഇൻ്റെത് പിന്നെ ഞാൻ എടുക്കോ പോയി പുറത്തേക്ക് പോയിട്ട് ഊരി വെച്ചിട്ട് അവിടെ ഇങ്ങനെ വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്നെ മതി എന്ന് വിചാരിച്ചു. ഇന്നും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ അങ്ങോട്ട് നമുക്ക് ഒലിമ്പി എടുത്ത് വെക്കാമെന്ന് കരുതി അത് ഇട്ടു. അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ബസ് ഇറങ്ങി ഞങ്ങൾ മഞ്ചേരി നെല്ലിപ്പറമ്പ് ഇറങ്ങും.
ബസ് സ്റ്റാൻഡിലേക്കാണ് പോകില്ല, അവിടെ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ ഇന്ത്യൻ മാൾക്ക് വിട്ടു കേട്ടോ. അങ്ങനെ ഇവിടെ എത്തി ഞങ്ങൾ ലിഫ്റ്റിന് കാത്ത് നിൽക്കുകയാണ്. ലിഫ്റ്റ് നെക്കിയിട്ടുണ്ട്, അപ്പോൾ അതിങ്ങനെ ഓപ്പൺ ആവണത് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് കയറി. ഭയങ്കര നമുക്ക് എന്താ പറയുക, ആ സമയമാകുമ്പോഴേക്കും 2:50 ആയിട്ടുണ്ടായിരുന്നേ. ഫിലിം എന്തായാലും സ്റ്റാർട്ടായിട്ടുണ്ടാവും. എന്നാലും നമ്മുടെ വീഡിയോ എടുപ്പിന് ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ. ലിഫ്റ്റിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്തൊക്കെ നിൽക്കുന്നു. ഒരാളുണ്ടായിരുന്നു, അത് രണ്ടാമത്തെ ഇതിൽ ഇറങ്ങി, ഗ്രൗണ്ടിൽ അവിടെ 2ാമത്തെ നിലയിലെത്തിയപ്പോൾ ഇറങ്ങി കേട്ടോ. പിന്നെ വേഗത ഓള് ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ, അവ ടിക്കറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഓളേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓളത് വേഗം അവിടെ പോയിട്ടും അത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓൾ ഓടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ആ സിനിമേൻ്റെ പോസ്റ്റർ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നോക്കുന്നത്. എന്നാൽ അങ്ങനെ അവിടെ വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ട്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒറ്റ ഒരു അതൊന്നും കാണുന്നില്ല കേട്ടോ, ഒരു പോസ്റ്ററൊന്നും കാണുന്നില്ല. പിന്നെ എന്നാൽ വേറെ എന്തെങ്കിലും നമുക്ക് സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ, അത് വാങ്ങാൻ കരുതി ഞാനിങ്ങനെ വേഗം പോയി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തൊക്കെ എന്തെങ്കിലും ഈ ഒരു ഫിലിമിലെ കുഞ്ചാക്കോബൻ്റെ ഫോട്ടോ ഉണ്ടോ എന്നൊക്കെയാണ് ഞാൻ ഈ നോക്കണത് കേട്ടോ, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഓൾ അവിടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും സ്നാക്സോ കാര്യങ്ങളോ ഒന്നും വാങ്ങാൻ ടൈമില്ല, കാരണം ഇപ്പോൾ തന്നെ ഓൾറെഡി 2:50 ആയിട്ടുണ്ട്. നമുക്ക് തുടങ്ങുന്ന ആ ഒരു ഫിലിം അങ്ങോട്ട് തുടങ്ങുമ്പോൾ അങ്ങോട്ട് കാണണമല്ലോ, അപ്പോൾ അല്ലാതെ പിന്നെ എന്തോ പോലെയാണല്ലോ. പിന്നെ വേഗം ഓടിപ്പോയി. ഞങ്ങൾക്ക് സ്ക്രീൻ 5-ലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പോണ പോക്കിലൊക്കെ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ ഏതെങ്കിലും പോസ്റ്റർ ഉണ്ടോയെന്ന്, പക്ഷേ ആ ഭാഗത്തൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ രണ്ടും കൽപ്പിച്ച് അങ്ങനെ ഇത് തിയേറ്റർക്ക് അങ്ങോട്ട് കയറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഫിലിം കഴിഞ്ഞതിന് ശേഷമാണ്. നമ്മൾ സ്നാക്സൊക്കെ പിന്നെ ഇൻ്റർവെല്ലിൽ വന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനൊക്കെ കുറച്ച് ടൈമല്ലേ ഉള്ളൂ, ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് കുറച്ച് നേരമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ അപ്പോഴും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓള് പിന്നെ എന്താ പറയുക, ഉരുളക്കിഴങ്ങിൻ്റെ എന്തൊക്കെയോ പൊരി കാര്യങ്ങളൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓരോ കോഫിയൊക്കെയാണ് ഞങ്ങൾ ഇൻ്റർവെല്ലിന് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. പക്ഷേ ആ സമയത്തൊന്നും അധികം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഫോൺ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റേ നമുക്ക് കാണാൻ പറ്റിയില്ല, പിന്നെ ഇനിയുള്ള ഭാഗം കാണാതെക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ സിനിമ കണ്ട് ഇറങ്ങിയപ്പോഴാണ് ഇത് ഈ ഒരു പോസ്റ്റർ ഞാൻ കണ്ടത് കേട്ടോ. കുഞ്ചാക്കോബൻ്റെ പേരൊക്കെ വെച്ചിട്ടുള്ള ഉന്മാദം എന്നൊക്കെ വെച്ചിട്ടുള്ള അത് അപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ പിന്നെ നമ്മൾ മെല്ലെ മെല്ലെ ലിഫ്റ്റിലേക്ക് ഇങ്ങനെ ലിഫ്റ്റ് കയറാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്തുള്ള കുറേ ഫോട്ടോ ഒക്കെ എന്നെ കൊണ്ട് അവിടുന്ന് കുറേ ഫോട്ടോ എടുപ്പിച്ചു കേട്ടോ. എടുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ലിഫ്റ്റിലേക്ക് കയറി താഴേക്ക് എത്തിയത്. താഴേക്ക് എത്തി ഞങ്ങൾ ഓട്ടോ കയറാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോഴാണ് ഇന്ത്യൻ മാളിന് നേരെ ഓപ്പോസിറ്റ് ഇത് അവിടെ ഒരു കഫേ കണ്ടു കേട്ടോ. അപ്പോൾ അത് നമ്മൾ അരീക്കോട് ഉള്ള കുലാവി കഫേ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു മോഡലായിട്ട് നല്ല വൈബായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഇന്നുട്ടി ഒറ്റ പോക്ക് അങ്ങോട്ട് കിട്ടുക. പിന്നെ എന്നോട് ചോദിക്കാനും പറയാൻ നിന്നില്ല, അമ്മച്ചിയെന്നും പറഞ്ഞിട്ട് ഒറ്റ പോക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ പിന്നെ ഞാൻ പിന്നാലെ പോയിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ആ ഒരു മഞ്ചേരി അങ്ങാടിയിലാണെങ്കിലും ഒരു പ്രത്യേക ഒരു നെസ്റ്റ് ഫീലുള്ള ഒരു സ്ഥലമായിരുന്നു. നല്ല ഇലയും പച്ചപ്പും കാര്യങ്ങളും പോലും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരുപാട് ഇലയൊക്കെ പിന്നെ ഇലയില ചെടിയൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടുന്ന് ഓളെ ഫോട്ടോ കുറേ എടുത്തു കേട്ടോ, കുറേ ഫോട്ടോസ് എടുത്തു. പക്ഷേ ഭയങ്കര ഊസുവാണ്, ഒരൊറ്റ ഫോട്ടോ ഇഷ്ടപ്പെടൂലേ. അതങ്ങോട്ട് ഞാൻ എടുക്കുമ്പോൾ ഡിലീറ്റ് ആക്കും, ഞാൻ എടുക്കുമ്പോൾ ഡിലീറ്റ് ആക്കും. പിന്നെ ഞങ്ങളുണ്ടുള്ള അടിയാവലാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇതാ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ചെറിയൊരു മഴ ഉള്ളതുകൊണ്ട് പുറത്തിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെയും കസാലയൊക്കെ ആ ഭാഗത്തൊക്കെ കസാലയും മേശയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ചെറിയൊരു ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ നനഞ്ഞ് കിടക്കണം. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ചായ കുടിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിവിടെ അകത്തേക്ക് കയറിയിട്ട് ഒരു ചായ, ഓളൊരു കോഫി ഞാനൊരു ചായ ഓർഡർ ചെയ്തു. അങ്ങനെ അത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം. അപ്പോഴും ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ചെടിയൊക്കെ എൻ്റെ ചെടീൻ്റെ ഇലയൊക്കെ അവിടെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഭാഗത്തൊക്കെ നല്ല ഒരു വ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമുക്ക് അവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ ചായയൊക്കെ വന്നു കേട്ടോ. ചായക്ക് പിന്നെ ഓൾ എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ല, ഓക്കും ലോഡർ ഫ്രൈസ് ആണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഒറ്റ ലോഡർ ഫ്രൈസ് ഓർഡർ ചെയ്തു. അതിനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓളും വീഡിയോ എടുക്കുകയാണ്, ഞാനും വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ നല്ല ചായ നല്ല ഏലക്കായൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ചായ. എനിക്ക് കോഫീനെക്കാണ് ടേസ്റ്റ് ചായയാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഞാൻ ഇന്ത്യയിൽ നിന്ന് ലേശം ചായ കുടിച്ചു, ഞാൻ ഓളയിൽ നിന്ന് ലേശം കോഫിയും കുടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കോഫീനെക്കാണ് ടേസ്റ്റ് എനിക്ക് തോന്നിയത് ചായ. നല്ല ഏലക്കായും മധുരമൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ പൊടിച്ചായ എന്ന് പറയാൻ വിട്ടും ചെയ്തു. അതുകൊണ്ട് എനിക്ക് പൊടിച്ചായ കിട്ടിയില്ല, നോർമൽ ചായയാണ്. ഞാൻ പറയാൻ വിട്ടതുകൊണ്ടാണ് കേട്ടോ. അതാ ഞാൻ ഓക്ക് ഇങ്ങനെ കുടിച്ചു നോക്കുന്നു പറഞ്ഞിട്ട് ചായ കൊടുത്തതാണ്. പിന്നെ ഓളെ കോഫി എടുത്തിട്ടാണ് ഞാൻ കുടിക്കുന്നത്. പക്ഷേ കോഫി കുറച്ചൊരു കടുപ്പം കൂടുതലായിരുന്നു, ഒരു കയ്പുള്ള ചെറിയൊരു കയ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കൊടുത്തിട്ട് എൻ്റെ ചായ അങ്ങോട്ട് വാങ്ങി ഓൾ തരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ചായ എനിക്ക് ചായ മതി എന്നൊക്കെയാണ് ഓൾ പറഞ്ഞിരുന്നത്. പിന്നെ ഞാൻ ചായ ഇങ്ങോട്ട് തന്നെ തിരിച്ച് വാങ്ങി. അങ്ങനെ കുറച്ചൊരു 5 മിനിറ്റ് ഇരുന്നപ്പോഴേക്കും ലോഡർ ഫ്രൈസും വന്നു. പിന്നെ അത് കഴിച്ചിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നല്ല ചിക്കനും
ഒരുപാട് ചിക്കനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ മാളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അങ്ങനെ മഞ്ചേരിയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തോട്ട് കയറുകയാണെങ്കിൽ കയറി കഴിച്ചോക്കും. നല്ല അടിപൊളി ഓർഡർ ഫീസാണ്. അധികം റേഞ്ചും ഇല്ല. ഒരു പാകത്തെ നോർമൽ വിലക്ക് ഒരുപാട് കുറച്ച് അത്യാവശ്യം നമുക്ക് കഴിക്കാൻ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കഴിച്ച് ഞങ്ങൾ നേരെ സ്റ്റാൻഡിലേക്ക് പോയി. പെരും മഴ ആയതുകൊണ്ട് പിന്നെ ഞാൻ ഫോൺ പുറത്തേക്ക് എടുത്തില്ല, വീഡിയോ എടുക്കാനും നിന്നില്ല, കാരണം നനഞ്ഞ് പണിയാവണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ.